അതെല്ലാം ദൈവത്തെ അടിക്കാനുള്ളൊരു വടിയാണ് എന്ന് വിചാരിക്കുന്ന കുറേ ബുദ്ധിജീവികളുണ്ട്. അവരെ ഏത് സന്ദർഭത്തിലാണെങ്കിലും അത് ദൈവത്തെ അടിക്കാനുള്ള വടിയായിട്ട് പറയും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 7ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്താണ് ടെസ്റ്റ് ട്യൂബ് ശിശു ഉണ്ടായത്. ടെസ്റ്റ് ട്യൂബ് ശിശു എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈ ടെസ്റ്റ് ട്യൂബ് ശിശു അന്ന് അതിനെ വളർത്തിയെടുത്ത 2 ശാസ്ത്രജ്ഞന്മാർ അന്ന് ആദ്യമായി വളർത്തിയെടുത്തതിനെ കുറിച്ച് പത്രത്തിൽ റിപ്പോർട്ട് വന്നപ്പോൾ അന്നത്തെ ഞങ്ങളുടെ ബയോളജി മാഷുടെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ക്ലാസ്സിൽ വന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടാൽ, ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്ത് സ്ത്രീൻ്റെ അണ്ടവും പുരുഷൻ്റെ ബീജം ഇട്ടിട്ട് കുറച്ചു നേരം ഇങ്ങനെ കുലുക്കിയാൽ അതിൽ നിന്ന് ഇങ്ങനെ കുട്ടി ഇങ്ങനെ ഉണ്ടായി വരും എന്നുള്ള രൂപമാണ്. ഏകദേശം ശാസ്ത്രം ആ രൂപത്തിൽ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഇന്ന് നമുക്കറിയാം. പെണ്ണിൻ്റെ ശരീരത്തിലുള്ള അണ്ടം ആണിൻ്റെ ശരീരത്തിലുള്ള ബീജവുമായി കൂട്ടി യോജിപ്പിച്ച് ഒരു പുറമെയുള്ള സാഹചര്യത്തിൽ കൂട്ടി യോജിപ്പിച്ച് അതിനെ പെണ്ണിൻ്റെ ഗർഭാശയത്തിൽ വളർത്തിയെടുക്കുന്ന ഏർപ്പാടിൻ്റെ പേരാണ് ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന്. അവിടെ ഒന്നും സംഭവിക്കണില്ല. ഒരു ഗർഭാശയമല്ലാത്ത ഒരു പൊതു സാഹചര്യത്തെ, ഒരു പുറമെയുള്ള സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇതേ രൂപത്തിൽ തന്നെ യഥാർത്ഥത്തിൽ ക്ലോണിങ്ങും ഇതേ രൂപത്തിലുള്ളൊരു ഇടപെടൽ മാത്രമാണ്. പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കെങ്ങനെ ഇടപെടാമെന്ന് പരിശോധിച്ചതിൻ്റെ ഭാഗം മാത്രം. മനുഷ്യൻ്റെ ക്ലോണിങ് മനുഷ്യ ശരീരത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോഴെങ്കിലും. അതുകൊണ്ടാണ് സജാതീയ ഇരട്ടകൾ ഉണ്ടാകുന്നത്. ക്ലോൺ ചെയ്യപ്പെടുകയാണ് അവിടെ. ഒരൊറ്റ കോശത്തിൽ നിന്ന് അഥവാ പുരുഷ ബീജവും സ്ത്രീ ബീജവും കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന അണ്ടത്തിൽ നിന്ന്, സിക്താണ്ഡത്തിൽ നിന്ന് ആ സിക്താണ്ഡം സൈഗോട്ട് 2ആയി വിഭജിച്ച് 4ആയി വിഭജിക്കപ്പെട്ട് 8ആയി വിഭജിക്കപ്പെട്ട് അങ്ങനെയാണ് കുഞ്ഞുണ്ടാകുന്നത്. ഇതിനു പകരം ആദ്യമായി ഇത് 2ആയി വിഭജിക്കപ്പെട്ട് 2ഉം സ്വതന്ത്രമായി നിന്ന് ഓരോന്നും പിന്നീട് വിഭജിച്ചുണ്ടാകുന്നതാണ് സജാതീയ ഇരട്ടകൾ. മനുഷ്യരിലെ സജാതീയ ഇരട്ടകൾ സ്വാഭാവികമാണ്, ഉണ്ടാകാറുണ്ട്. ഈ സജാതീയ ഇരട്ടകൾ ഉണ്ടാകുമ്പോൾ പ്രകൃതിപരമായൊരു ക്ലോണിംഗ് ആണ് സംഭവിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിലെ ക്ലോണിംഗ്? ക്ലോണിംഗ് എന്താണ്? ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിച്ച ക്ലോണിംഗ് സസ്തനികളിൽ സാധാരണയായി സംഭവിക്കാറുള്ളത് ലൈംഗിക പ്രത്യുൽപാദനമാണ്. ലൈംഗിക പ്രത്യുൽപാദനത്തിൽ പുരുഷ ബീജം ഉണ്ടായി വരുന്നത് മയോസിസ് എന്ന് പറയുന്ന പ്രത്യേകമായ കോശവിഭജന രീതിയാണ്. മൈറ്റോസിസ് എന്ന് പറയുന്ന കോശവിഭജന രീതി. ആ കോശവിഭജന രീതിയിൽ അനുസരിച്ച് യഥാർത്ഥ ജീവിയുടെ കോശത്തിൻ്റെ ക്രോമസോമിൻ്റെ പകുതി മാത്രമേ ആ കോശവിഭജന രീതി അനുസരിച്ച് ഉണ്ടാകുന്ന കോശത്തിനുണ്ടാകൂ. മനുഷ്യൻ്റെ കാര്യത്തിലാണെങ്കിൽ 46 ക്രോമസോമിന് പകരം 23 ക്രോമസോമുകളെ ഈ ലൈംഗിക കോശങ്ങളിൽ ഉണ്ടാകുള്ളൂ. അങ്ങനെയാകുമ്പോൾ അതൊരു അർദ്ധകോശമാണെന്ന് പറയേണ്ടി വരും. അഥവാ പുരുഷ ബീജം ഒരു അർദ്ധകോശമാണ്, സ്ത്രീ ബീജം ഒരു അർദ്ധകോശവും. ഇത് രണ്ടും കൂടി ചേർന്ന് ഒരു പൂർണ്ണകോശം ഉണ്ടാകുന്നു. ഈ പൂർണ്ണകോശം 2ആയി വിഭജിക്കപ്പെട്ട് 4ആയി വിഭജിക്കപ്പെട്ട് 8ആയി 16ആയി 32ആയി 64ആയി 128ആയി അങ്ങനെയാണ് മനുഷ്യ ശിശു ഉണ്ടാകുന്നത്. ഈ പൂർണ്ണകോശം വിഭജിക്കപ്പെട്ട് ശിശു ഉണ്ടാകുന്നു. ഇവിടെ പകുതി പുരുഷനിൽ നിന്നും പകുതി സ്ത്രീയിൽ നിന്നും വരുന്നു. എന്താണ് ക്ലോണിങ്ങിൽ സംഭവിക്കുന്നത്? ക്ലോണിങ്ങിൽ മനുഷ്യൻ്റെ ഒരു സസ്തനിയുടെ അണ്ടമെടുക്കുന്നു. അണ്ടത്തിലെ ന്യൂക്ലിയസ് ആണ് പകുതി കോശം. ആ ന്യൂക്ലിയസ് നീക്കം ചെയ്തിട്ട് പകരം ഒരു പൂർണ്ണ കോശത്തിലെ ന്യൂക്ലിയസിനെ അവിടെ ഇംപ്ലാന്റ് ചെയ്യുന്നു. ഈ അണ്ടത്തിനകത്തെ ന്യൂക്ലിയസ് നീക്കം ചെയ്ത് വേറെ ഒരു കോശത്തിലുള്ള കോശത്തിൻ്റെ ന്യൂക്ലിയസിനെ അവിടെ ഇംപ്ലാന്റ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടായാൽ സൈഗോട്ടിന് തുല്യമായി. ഈ സൈഗോട്ടിനെ ഗർഭാശയത്തിൽ വെച്ച് വളർത്തിയെടുക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്തിടപെടലാണ് നടത്തിയത്? പടച്ചോണ്ടാക്കിയ ഒരു അണ്ടം എടുത്തിട്ട് പടച്ചോണ്ടാക്കിയ വേറൊരു കോശം എടുത്തിട്ട് ആ കോശത്തിൻ്റെ ഒരു ന്യൂക്ലിയസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു എന്നുള്ള പണിയാണ്. ഭയങ്കര എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നത്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു കോശം പോയിട്ട്, ഒരു ക്രോമസോം പോയിട്ട്, ഒരു ജീന് പോയിട്ട്, ഒരു DNA പോയിട്ട്, ഒരു അമിനോ ആസിഡിനെ വരെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇപ്പോഴും
സംശ്ലേഷണം ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അമിനോ ആസിഡ്സ് സംശ്ലേഷണം ചെയ്തു എന്ന് വന്നപ്പോഴേക്ക് 979 ഇതാ ജീവൻ സൃഷ്ടിക്കപ്പെട്ടു, ഇനി പടച്ചോനക്ക് പണിയില്ല എന്ന് മലയാളത്തിൽ വരെ പുസ്തകം എഴുതിയ ആൾക്കാരുണ്ട്. ഇവിടെ സംഭവിച്ച അത്ര മാത്രമേ ഉള്ളൂ. നാളെ അത് കാണുമ്പോഴേക്ക് പടച്ചോനക്ക് പിന്നെ പണിയില്ലാതാകും എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യൻ്റെ ക്ലോണിങ്ങിൽ ഇവിടെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അപകടം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ധാർമ്മിക പ്രശ്നങ്ങളുണ്ട് അവിടെ. അവൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കേവല ജീവിയല്ല. അവന് ലഭിക്കേണ്ട, ചെറുപ്പത്തിൽ ലഭിക്കേണ്ട വൈകാരികമായ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. മാതൃപിതൃ സ്നേഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അവൻ്റെ ബന്ധുമിത്രതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനത്തെ നൈതിക പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മനുഷ്യനിലെ ക്ലോണിങ് നിരോധിക്കണമെന്ന് ഭൗതികവാദികളടക്കമുള്ള ശാസ്ത്ര ദാർശനികന്മാർ വാദിക്കുന്നത്. അതിന് പടച്ചോന് അതോടുകൂടി പണിയില്ലാതാകും എന്ന് പേടിച്ചുകൊണ്ട് ഏതെങ്കിലും മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു വാദമല്ല അത് എന്ന് മനസ്സിലാക്കുക. ക്ലോണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ക്ലോണിങ്ങിൽ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളെ മനുഷ്യന് ഉപകാരപ്രദമായ കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നതിനപ്പുറത്ത് ക്ലോണിങ്ങിന് ക്ലോണിങ്ങിനെ മനുഷ്യനുമായി ബന്ധത്തിൽ വളർത്തിക്കൊണ്ടുപോയി കൂടാ എന്ന് വാദിക്കുന്നത് ശാസ്ത്രദാർശനികരാണ്, അതല്ലാതെ മുസ്ലിം മതമൗലികവാദികളല്ല. ലോകത്ത് ആകെ രണ്ട് സൈഡിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു സൈഡിൽ ഇവരെല്ലാവരും പറഞ്ഞുണ്ടാക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം ജനപ്പെരുപ്പമാണ്, അതുകൊണ്ട് കുട്ടികളെ പരമാവധി കൊല്ലാൻ ശ്രമിക്കണം എന്നാണ്. അതാണ് ശാസ്ത്രം ഒരു സൈഡിൽ. രണ്ടാമത്തെ സൈഡിലോ ക്ലോണിങ്, അതിനുവേണ്ടി ഗവേഷണം. അപ്പം എന്താ, നമുക്ക് പ്രകൃതിപരമായിട്ട് അല്ലാതെയും കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം അല്ലേ ക്ലോൺ ചെയ്തിട്ട് തന്നെ. അതിൻ്റെ അർത്ഥമാണല്ലോ ഇവിടെ ഈ ഒരു വൈരുദ്ധ്യം. ഇത് എന്തിനു വേണ്ടിയാണ്? അവിടെ യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാം പിന്നിലുള്ള മറ്റൊരുപാട് അജണ്ടകളുണ്ട്. മനുഷ്യൻ്റെ കാര്യത്തിൽ ക്ലോണിങ് വിജയിച്ചിട്ടില്ല, വിജയിക്കുമെന്ന വിദൂര പ്രതീക്ഷ പോലുമില്ല ശാസ്ത്രകാരന്മാർക്ക്. അതുകൊണ്ട് തന്നെ അതിൽ അങ്ങനെ ആ രൂപത്തിൽ ഉള്ള ആരെങ്കിലും എതിർക്കുന്നുവെങ്കിൽ അത് പടച്ചോനക്ക് പണിയില്ലാതാകുമെന്ന പേടി കൊണ്ടല്ല, അതിൻ്റെ നൈതിക പ്രശ്നങ്ങളെ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. വളരെ പ്രസക്തമായ ഒരൊറ്റ ചോദ്യം കൂടി വേണമെന്നുണ്ടെങ്കിൽ ഉന്നയിക്കാം. അതിന് അവസാനത്തെ ചോദ്യം, അത് ഏറ്റവും പ്രസക്തമാകണമെന്ന് ഉറപ്പുവരുത്തുക. സ്വയം എഴുന്നേറ്റ് നിന്നവർക്ക് തങ്ങളുടെ ചോദ്യം അത്ര ജനുവിൻ എല്ലാം തോന്നുന്നുണ്ടെങ്കിൽ പിന്മാറാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഞാൻ ജൗഹർ എഞ്ചിനീയറിംഗിന് പഠിക്കും. ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമിനെ, അതായത് മുദ്ര ചാർത്തപ്പെടുമ്പോൾ, അതായത് അവർ ഇപ്പോൾ പ്രത്യേകമായി ഭീകരവാദം ചാർത്തപ്പെട്ടത് വഹാബികളും സലഫികളൊക്കെയാണ്. പക്ഷേ ഇത് സാമ്രാജ്യത്തിൻ്റെ തന്ത്രമാണെന്ന്, ഇസ്ലാമിനെതിരെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, അതായത് ജമാഅത്ത് ഇസ്ലാമി, IRF പോലെയുള്ളവർ അതിനെ മൗനം പാലിച്ചുകൊണ്ട് അവർക്ക് സാമ്രാജ്യത്തിനെതിരെ ആരോപണങ്ങൾക്കെതിരെ മറുപടി പറയുമ്പോഴും, മറിച്ച് ആ ഇസ്ലാമിക് ഫോബിയയുടെ തരംഗം കേരളത്തിൽ അടിച്ചപ്പോൾ, അതായത് RSS സവർണ മാധ്യമ ചാനലുകളുടെ ഇതുകൊണ്ട് തന്നെ, അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അവരുടെ ആരോപണം വന്നപ്പോഴും, മറിച്ച് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ അതിനെ വളമിട്ട് കൊടുക്കുകയല്ലേ. അതായത് അക്ബർ സാഹിബ് പറഞ്ഞ പോലെ അതായത് ഇത് ജൂത ക്രൈസ്തവ ലോബികൾ, സാമ്രാജ്യത്തെ അജണ്ടകളെ നമ്മൾ ശരിക്കും പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. മറിച്ച് നമ്മളിത് ഇസ്ലാമിനെതിൽ ആരോപണമാണ്. അതായത് മുസ്ലിങ്ങൾക്ക് ജമാഅത്തായാലും മുജാഹിദ് എന്തായാലും എന്താണ് മുസ്ലിങ്ങളാണ്, അവർ തീവ്രവാദിയായാലും മതി എന്നുള്ള ആരോപണം നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെതിരെ അല്ലേ ചെയ്യേണ്ടത്? ഓക്കെ, യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഭീകരവാദ അജണ്ടയെ പ്രതിരോധിക്കുകയല്ലേ എന്നാണ് ചോദ്യം. തീർച്ചയായും അത് തന്നെയാണ്. എങ്ങനെയാണ് പ്രതിരോധം? ഇവിടെ നമ്മളടക്കം എങ്ങനെയാണ് സമർത്ഥമായി ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുകയും നമ്മൾ സെക്ടേറിയനായി മാറുകയും ചെയ്യുന്നത് എന്നതിന് ഉദാഹരണമാണ് ഈ ചോദ്യം എന്നാണ് ഞാൻ പറയുക. നാം ഇവിടെ കാര്യങ്ങളെ കാണുന്നത് വർഗീയമായി തീരുകയാണ്. എന്താണ് വർഗീയമായി കാര്യങ്ങളെ കാണുക എന്ന് പറഞ്ഞാൽ, RSSകാരൻ ചെയ്യുന്നത് തെറ്റ്, അതേസമയം മുസ്ലിം പേരുള്ള ഏതെങ്കിലും ഒരു സംഘടനയാണെങ്കിൽ ഈ RSS ചെയ്യുന്ന അതേ പണി ചെയ്താലും അത് നമ്മൾ മുണ്ടാതിരിക്കുക, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുക.